എല്ലാ പ്രാവശ്യവും നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് കുറച്ച് അധികം തേങ്ങ ചിരവി കൊണ്ടുപോകാറുണ്ട്. പിന്നെ രാവിലെ മമ്മി അത് പൊതിച്ച് വെക്കുവാണ് തേങ്ങ ചിരവാനായിട്ട്. പിന്നെ കൊണ്ടുപോകാനുള്ള ബീഫ് ഞാൻ രാവിലെ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ മമ്മി അത് കട്ട് ചെയ്ത് റെഡിയാക്കുവാണ്. ഇത് രാവിലെ ആണെങ്കിൽ കുറച്ച് മുട്ട പുഴുങ്ങി, പിന്നെ ഇന്ന് മൈദാ ദോശയും ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് എന്തുണ്ടാക്കണമെന്ന് അറിയത്തില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ മൈദാ ദോശയും ചമ്മന്തിയാക്കി. പിന്നെ ഇന്നലെ ആണെങ്കിൽ മമ്മി കുറച്ച് നാരങ്ങാച്ചാറ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പാക്കിംഗ് കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി. പിന്നെ ഞങ്ങൾ വെളിയിലാണ്, ഇങ്ങനെ അടുപ്പിൽ എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ വെളിയിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഉരുളിക്കകത്തേക്ക് ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇത്രയും മാത്രം ഇട്ടിട്ട് ഞാൻ ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കും. ഒരു 80% മാത്രമേ ഞാൻ ബീഫ് കുക്ക് ചെയ്യാറുള്ളൂ. എന്നിട്ട് ഇതിന് വെള്ളം വറ്റിക്കുക എന്ന് മാത്രമേ ഉള്ളൂ, ഫുള്ള് ഞാൻ കുക്ക് ചെയ്യാറില്ല. എന്നിട്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിനെ ഒരു പാക്കിംഗ് കവറിലാക്കിയതിന് ശേഷം ഞാൻ ഫ്രീസ് ചെയ്യും. ഇതിപ്പോൾ 2 ദിവസം മുന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്ത് വെക്കുന്നത്. അപ്പം പിന്നെ നന്നായിട്ട് പോകാൻ സമയമാകുമ്പോഴത്തേനും ഫ്രീസായിട്ട് ഇരുന്നോളും. ഇങ്ങനെയാണ് ഞാൻ ബീഫ് കൊണ്ടുപോകാറ്. പിന്നെ അവിടെ ചെന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിന് എന്താണോ ചെയ്യാനുള്ളത് അത് നമുക്ക് ചെയ്യാം. കറിയാണെങ്കിൽ കറി, ഫ്രൈ ആണെങ്കിൽ ഫ്രൈ. ഇത് ഞാൻ ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കോഴഞ്ചേരി പോയ സമയത്ത് കുറച്ച് പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ക്രിസ്മസിൻ്റേതായിട്ടുള്ള. അപ്പോൾ ക്രിസ്മസിൻ്റെ അന്ന് രാത്രി ഞങ്ങൾ കുറച്ച് നമ്മുടെ പഴയകാല ഓർമ്മകളൊക്കെ നടത്താനായിട്ട് കുറച്ച് പൂത്തിരിയൊക്കെ കത്തിച്ച്, പിന്നെ കൊണ്ടുപോകാനുള്ള കുറച്ച് നെയ്യ് ഒരുക്കുവാണ്. ഇത് നമ്മൾ വാങ്ങിക്കുന്ന പാലിൽ നിന്നും പാട മാറ്റി വെച്ചിട്ട് ഉണ്ടാക്കുന്ന നെയ്യാണ്. രാവിലെ പൊട്ടിച്ച തേങ്ങയൊക്കെ ചിരവി എടുത്തിട്ടുണ്ട്. ഇത് കുറേ ചിരവിയിട്ടുണ്ട്. ഞാനൊരു 10-15 തേങ്ങ ചിരവിയിട്ടുണ്ട്. അത് പല സമയങ്ങളിലായിട്ടാണ് ചിരവിയത്. ഇതുപോലെ ചിരവി പാക്കറ്റ് കവറിലാക്കിയിട്ട് നമ്മൾ ഫ്രീസ് ചെയ്യും. പിന്നെ പോകാൻ സമയമാകുമ്പോൾ എടുത്ത് പാക്ക് ചെയ്യും. അങ്ങനെയാണ് ഞാൻ തേങ്ങ കൊണ്ടുപോകാറ്. ഒട്ടും അഴുക്കാവില്ല കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വെയിറ്റും കൂടില്ല, കുറേ അധികം തേങ്ങ നമുക്ക് കൊണ്ടുപോവുകയും ചെയ്യാം.